ഹലോ, നമസ്കാരം. കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് എല്ലാം കാണാതെയും കേൾക്കാതെയും ഒക്കെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് കൂടി കരസ്ഥമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കാര്യമാണ് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ. ഡോക്ടറെ വിദൂരതയിലിരുന്ന് തന്നെ കാര്യങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴിയോ വാട്സപ്പ് സന്ദേശങ്ങൾ വഴിയോ ഒക്കെ കൈമാറി രോഗം റിമോട്ടായിട്ട് ഡോക്ടർ അനലൈസ് ചെയ്ത് അതിന് ഒരു മരുന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അത് അയച്ചു കൊടുക്കുകയും അതിന് ഡോക്ടർ ഫീ ആയിട്ടുള്ള തുക ഓൺലൈൻ വഴി ഗൂഗിൾ പേ വഴിയോ ഒക്കെ തിരിച്ച് കൈമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ലാബ് ഡയറക്ഷൻസ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ചെയ്തിട്ട് അത് PDF ഫയലായിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ചികിത്സയും ഒരു റിമോട്ട് കൺട്രോൾ രീതിയിൽ ആയി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധി പടരുന്ന ഈ കാലത്ത് ഈ പലരും ഈ പനിപ്പേടിയിലും പകർച്ചവ്യാധി പേടിയിലുമൊക്കെ ആയതുകൊണ്ട് ആശുപത്രിയിൽ നേരിട്ട് പോകാനായിട്ട് ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. ഇപ്രകാരം ഈ ഡോക്ടറുടെ സമീപ പ്രദേശത്ത് തന്നെ താമസമുള്ള ആൾക്കാരാണെങ്കിൽ പോലും രോഗികൾ കൂട്ടമായി വരുന്ന ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്കോ ആശുപത്രിയിലേക്കോ ഒക്കെ പോകാനായിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ, എനിക്ക് ചുമയുണ്ട്, എനിക്ക് തലവേദനയുണ്ട്, പനിയുണ്ട്, തൊണ്ടകുത്തലുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് പോലും ചിലപ്പോൾ മാസ്ക് വെച്ചുകൊണ്ടായിരിക്കും. എപ്പോഴും ഈ പനി പേടിയുള്ളതുകൊണ്ട് ഈ മുറിക്കകത്തിരിക്കുന്നതും ഈ വീഡിയോ കോൺഫറൻസിൽ വരുന്നത് പോലും മാസ്ക് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഈ ചില അസുഖങ്ങൾ, ഈ കണ്ണിൻ്റെ ലാഷസ്, സ്ക്ലീറ, നാക്കിൻ്റെ നിറം, ഈ സിമെട്രിസിറ്റി, മുഖത്തെ ഇരുവശങ്ങളും തമ്മിലുള്ള സിമെട്രി നേച്ചർ, ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും വഴി ഡോക്ടർക്ക് ഒരു പ്രാഥമികമായി തിരിച്ചറിയാൻ കഴിയും അസുഖത്തെ. ഇതിനുപരി ഈ ചുമ എന്ന് പറയുന്നത് തന്നെ പ്രൊഡക്റ്റീവ് കഫുണ്ട്, നോൺ പ്രൊഡക്റ്റീവ് ടിക്ലിംഗ് കഫുണ്ട്. അപ്പോൾ അലർജി കഫിന് ഉള്ള മരുന്നല്ല ഈ പ്രൊഡക്റ്റീവ് കഫിന് വേണ്ടത്, പ്രൊഡക്റ്റീവ് കഫിനുള്ളതല്ല അലർജി കഫിന് വേണ്ടത്. അപ്പോൾ ഡോക്ടർ സാധാരണ അന്ന് നേരിട്ട് കണ്ട രോഗികളുടെ ഒരു വിലയിരുത്തൽ വെച്ചായിരിക്കും ഇതും വിലയിരുത്തുന്നത്. ഒരുപക്ഷേ ഇയാൾക്ക് വേണ്ടത് ഒരു പ്രൊഡക്റ്റീവ് കഫിനുള്ള മരുന്നായിരിക്കാം, പക്ഷേ നിർദ്ദേശിക്കപ്പെടുന്നത് ഒരു ടിക്ലിംഗ് കഫിനുള്ള മരുന്നാകും. ഇത്തരത്തിൽ ആകുമ്പോൾ ഈ രോഗം വ്യതിചലിക്കപ്പെടും, വഴിതെറ്റിപ്പോവും, ചികിത്സ പിന്നീട് ദുഷ്കരവുമാവും. അപ്പോൾ ഈ പകർച്ചവ്യാധി കാലത്തെങ്കിലും രോഗികൾ നേരിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം, ഒരു രീതി നടപ്പാക്കണം. ഇല്ലെങ്കിൽ പെട്ടുപോകുന്നത് രോഗികൾ തന്നെയായിരിക്കും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏവരും കരുതലോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.